നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ. ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ, ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീസുതാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ, ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയുമിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗമുപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണമുര ചെയ്തു. അധ്യായം 26. ധർമ്മവർണ്ണൻ പിതൃലോകേ യഥാസുഖം, നിർമ്മലൻ തത്ര നടക്കും ദശാന്തരേ. ഭൂരിജന പരിരോധനം കേട്ടതിൻ നേരെ ഭയേന നോക്കിയിടിനാനന്നേരം. ഏറ്റം ജനമൊരു ദുർവാതലേ തൂങ്ങി മുറ്റും വിവശരായി നിൽക്കും ദശാന്തരേ. കേൾപ്പുള്ളതൻ മൂലമായിതോരാണ്ടു ചെന്നപ്പോൾ കരണ്ടു മുറിക്കുന്നു മൂഷികൻ. 3 പേരും മുറിച്ചാനെലിതാനന്നു വീണാകിലജ്ജനമന്ധകൂപത്തിലാം. ഹാ കഷ്ടമെന്നോർത്തു നിൽക്കുന്ന വിപ്രനോടാകുലം പൂണ്ടു പറഞ്ഞാർ പിതൃക്കളും. കാണെടു ഞങ്ങളുടെ സങ്കടമൊക്കെയും വീണാകിലീ മഹാകോപത്തിലായി വരും എന്നതിൽ നിന്നു കരേറ്റുവാനാരെന്നും ഇനി എന്തെല്ലാം അനുഭവമെന്നതും കണ്ടീല ഞങ്ങൾ മറുകരയെന്നോതിക്കൊണ്ടു കരയും അവരോടുമെല്ലവേ. ചൊല്ലിനാനെന്തോന്നു ഞാൻ ചെയ്യുക വേണ്ടതും, ചൊല്ലുവിൻ സംശയമില്ലിതു ചെയ്യാൻ ഞാൻ എന്നതു കേട്ടു പിതൃക്കളും ചൊല്ലിനാർ. ധന്യനാകും ഭവാൻ കേൾക്കിലോ ചൊല്ലുവാൻ. ശ്രീവത്സഗോത്രേ പിറന്നവയും ഭൂമി ദേവരാകുന്നവരാകുന്നു പണ്ടഹോ. സന്താനവർജിതരായി വന്ന കാരണം സന്താപമിക്കാലവും ഏവം ഭവിപ്പതും. മൽക്കുലേ ധർമ്മവർണ്ണനെന്നു നാമമായ വിഖ്യാതനായിട്ടൊരുവനുള്ളോന്നു നിന്നു. സത്യം ഗൃഹസ്ഥാശ്രമമുപേക്ഷിച്ചവൻ സ്വസ്ഥനായി വൈരാഗ്യബുദ്ധ്യാ നടക്കുന്നു. ചെന്നവനോടും ഈ വാർത്തകളൊക്കെയും നന്നായവനെ ബോധിപ്പിച്ചു വൈകാതെ. സന്ധിവർദ്ധകം ചെയ്തു വൈശാഖിയിൽ സന്തതം സേവ ചെയ്യണം ചിരകാലം. ചിത്തേ ബഹുപുത്രരിൽ കൊതിയില്ലല്ലോ, ഉത്തമനാകിലൊരു സുതൻ മേമതി. പുത്രനേകൻ ഗയാ ശ്രാദ്ധമൂട്ടിയിടുകിൽ ഭദ്രമാമശ്വമേധം ചെയ്കിലും മതി. കാർത്തികമാഘ വൈശാഖ മാസത്തിങ്കൽ ഭക്ത്യാ പിതൃക്കളെ ചിന്തിച്ചു സ്നാനവും ശ്രാദ്ധവും നല്ല മാസം തിലദാനവും ചെയ്താൽ പിതൃക്കൾക്കതിസൗഖ്യവും വരും. ഏകപുത്രൻ വിഷ്ണുഭക്തനെന്നാകിലും ഏകാദശി വ്രതനിഷ്ഠനായിടിലും പൂർത്തിസുഖം പിതൃക്കൾക്കതിനാൽ വരും. പുത്രനകൃത്യനായാൽ ഇതം ദുഃഖവും പോകവൈകാതെ ഭവാനിന്നു ഞങ്ങളുടെ ആകുലമെല്ലാം പറഞ്ഞു ബോധിപ്പിച്ചും സങ്കടം ഞങ്ങൾക്കു തീർക്കമടിയാതെ സങ്കടമെന്നാൽ ഭവാനും ഉണ്ടായി വരാം. ധർമ്മവർണ്ണൻ പിതൃഭാഷിതം കേട്ടുടൻ ഭൂമൗ പതിച്ചാൻ പിതൃപാദ സഞ്ചയം. പുത്രനായുള്ളവൻ ധർമ്മവർണ്ണൻ ഏഹമൽപിതാക്കന്മാരെ കോപിക്കരുതേതും. കണ്ണുനീർ തൂകിക്കരഞ്ഞു തുടങ്ങിനാൻ. പുണ്യമില്ലാതെ ഞാൻ എന്തു ചെയ്യേണ്ടതും. ദുഷ്ടനായുള്ള കലി വന്നു ധർമ്മങ്ങൾ ഒട്ടും നിനയാതെ ഭാരതഖണ്ഡവും വിട്ടുമറ്റെങ്ങാനും പോക നല്ലൂ എന്നു വാട്ടമില്ലാതെയാ നാരദഭാഷിതം കേട്ടു ഗൃഹസ്ഥധർമ്മം വെടിഞ്ഞിടിനേൻ. പൊട്ടനായിടിനേൻ മൂഢത കൊണ്ടു ഞാൻ. ദുഷ്ടനഹം വിബോധാൽ പിതൃക്കൾ കടം വീട്ടുവാൻ പോരാതൊരെൻ്റെ ജന്മം വൃഥ. മാതൃകാരുണ്യ വിനാശനം പിറ്റേന്നു ഭൂതലഭാരവും 2 ഉപകാരങ്ങൾ. ഇങ്ങനെ രണ്ടൊഴിഞ്ഞെന്നുടെ ജന്മനാ മംഗലമെന്നാൽ ഭവിച്ചിലൊരുത്തർക്കും. ദേവമുനി പിതൃമാരെയും മാനിച്ചു കേവലം പൂജിയാതെ ഹരി തന്നെയും. ഹാഹാ കഴിഞ്ഞു മരുകാലമിത്ര നാൾ. ആഹാ കഴിഞ്ഞു മരുകാലമിത്ര നാൾ സാഹസമെന്നേ പറയാവൂ സർവവും.
എന്നിവണ്ണം ധർമ്മവർണ്ണാക്തി കേൾക്കയാൽ ഇന്നത ഖേദമോട്ടായി പിതൃക്കൾക്കും. പിന്നെ പിതൃക്കൾ പറഞ്ഞാൻ സുതനോടു, നന്നു നിന്നെത്രയുമെന്നേ പറയാവൂ. സന്തതി കൊണ്ടു നീ ഞങ്ങളെ രക്ഷിക്ക, സന്തോഷമോടു വസിക്ക ചിരകാലം. ഭീതിയുണ്ടാക വേണ്ട കലി തന്നാൽ, ബാധിയാതെ കൊൾവതിന്നുപായം ശൃണു. വിഷ്ണു നിർമാല്യം ശിരസി ധരിക്കലും, കൃഷ്ണ കൃഷ്ണേതി സദാ ജപിച്ചിടലും. കർണേ തുളസി പുഷ്പം ധരിച്ചിടലും, ഭക്തൈവ ചെയ്താൽ അവനുടെ സന്നിധവും നിർഗമിച്ചിടുകയില്ല കലിശഠൻ. സജ്ജന സംഘവും വിഷ്ണു സ്മരണയും ദുർജന സംഘഹീനത്വവും സന്തതം. നിഷ്ഠയോടിങ്ങനെ ചെയ്യുമവൻ തന്നെ, നിഷ്ഠൂരനാം കലിബാധയാ നിർണയം. വൈശാഖമാസമാം കാലമിപ്പോൾ വന്നു, സംശയം വേണ്ട തിഥിയതിൽ 30. ഏകധർമ്മം കോടി കോടി ഫലം നൽകും, ഏകൈകയാം തിഥിയുമെന്നറിക നീ. ചൈത്രാകറുത്തവാവല്ലോ സുതനാളുതെത്രയും പുണ്യപ്രദ തിഥിയായതും. തദ്ദിനം ശോകേനയെങ്കിലും മാനുഷർ ശ്രാദ്ധമൂട്ടിയിടുകിലോ പിതൃണാം സുഖം. കോടികയാ ശ്രാദ്ധമൂട്ടിയാലും അതിനോടു നേരായി വരാ കേൾക്ക നീ അത്ഭുതം. ഏല കർപ്പൂര രസകുംഭപാനകം കാലേ പിതൃക്കളെ ചിന്തിച്ചു വിപ്രനും. ചൈത്രമാസേ ദാനം അമ്പോട് ചെയ്കിലോ, സത്യം പിതൃണാം അമൃത നദിയാകും. തദ്ദിനെ ശ്രാദ്ധകർമ്മം രഥമായി വരും, മാത്രമാഹാത്മ്യമുള്ളോന്നെന്നറിക നീ. ചൈത്രമാസാന്തം കറുത്തവാവോർക്ക നീ, പുത്ര നീ വൈകാതെ ചൊന്നവണ്ണം ചെയ്യുക. പിന്നെ ക്രമേണ സന്താനമുണ്ടാക്കു നീ, സൗഖ്യമങ്ങൾക്കു വരുത്തിയാലൊക്കെയും സൗഖ്യമാകും ഭവാൻ എന്നതു നിർണയം. ഇത്തം പിതൃന്മൊഴി കേട്ട പോലെ ചെയ്താൻ ഉത്തമനായുള്ള ധർമ്മവർണ്ണൻ തഥാ. ലോകപ്രസിദ്ധനായി വന്നിതു തത്തിഥി, ലോകരുമന്നു തുടങ്ങി അനുഷ്ഠിച്ചാർ. അക്ഷയ പുണ്യാദി കേൾക്ക നീ മാധവേ, അക്ഷയയാകും തൃതീയയും നിർണയം. വൈശാഖമാഹാത്മ്യം അധ്യായം 26 മീശ ചൊന്നേ നറിക ഭൂപതേ. അക്ഷയ പുണ്യാദി കേൾക്ക നീ മാധവേ, അക്ഷയയാകും തൃതീയയും നിർണയം. വൈശാഖമാഹാത്മ്യം അധ്യായം 26 മീശ ചൊന്നേ നറിക ഭൂപതേ. ഇനി നാളെ പറഞ്ഞിടാം കഥാശേഷമെന്നുര ചെയ്തതടങ്ങി കിളിപ്പൈതലും. ഇതി വൈശാഖമാഹാത്മ്യേ ഷഡ്വിംശോऽധ്യായഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.